ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം ആശംസിക്കുന്നു. നമുക്കിന്ന് 21-ാം ദിവസത്തെ കഥ തുടങ്ങുന്നതിന് മുമ്പ് വയനാട്ടിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവൻ പൊലിഞ്ഞു പോയവരുടെ ആത്മാവിന് വേണ്ടി ആത്മാവ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ചെന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് നഷ്ടപ്പെട്ടു പോയവർക്ക് ആ ദുഃഖത്തെ അതിജീവിക്കാനുള്ള ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് ഇന്ന് തുടങ്ങാം ഇന്നത്തെ കഥ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്ന് 21-ാം ദിവസം കിഷ്കിന്ധാകാന്ഡത്തിലെ സമുദ്രലംഘന ചിന്തയും സുന്ദരകാന്ഡത്തിലെ സമുദ്രലംഘനവും മാർഗവിഘ്നവും ലങ്കാലക്ഷ്മി മോക്ഷവുമാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടത് സമ്പാദി കാണിച്ചു കൊടുത്തതനുസരിച്ച് സീതാദേവി ഇരിക്കുന്ന സ്ഥലം അവർക്ക് അറിയാൻ കഴിഞ്ഞു. ആ വാനരന്മാർ സമുദ്രലംഘനത്തിനുള്ള മാർഗം ആലോചിക്കുന്നു. സമ്പാദി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ലങ്കാപുരിയിലേക്ക് എത്തണം, സീതാദേവിയെ കാണണം, ശ്രീരാമസ്വാമി കൊടുത്ത മുദ്രമോതിരം അതുപോലെ തന്നെ അടയാളവാക്കം സീതാദേവിക്ക് കൈമാറണം. ആര് പോകും എന്ന ചിന്തയാണ് ഈ സമുദ്രലംഘനം. സമുദ്രം ആര് ലംഘിക്കും? 100 യോജന ദൂരമുണ്ട്. അതാണ് ഇന്ന് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമുദ്രത്തിലേക്ക് നോക്കിയിട്ട് അവർ പറയാണ്, നക്രചക്രങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കരങ്ങളായ മുതലക്കൂട്ടങ്ങളുള്ള ഈ സമുദ്രത്തിലേക്ക് എങ്ങനെ നമ്മൾ നീന്തി പോകും? എങ്ങനെ അങ്ങേക്കരയിൽ രംഗാപുരിയിലെത്തും? ഈ മുതല കടിച്ച് മുതല വിഴുങ്ങി ചാകുന്നതിലും ഭേദം നമ്മൾ പട്ടിണി കിടന്ന് മരിക്കുന്നതല്ലേ, അത് കുറച്ചും കൂടെ മുക്തി ലഭിക്കാൻ എളുപ്പം എന്നിങ്ങനെ വാനരന്മാർ പറയുകയാണ്. അംഗദനപ്പം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം വലിയ പരാക്രമശാലികളാണ്, ബലവും ശക്തിയും ബുദ്ധിയും കൗശലവും ഒക്കെ ഉള്ളവരുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങളിൽ നിന്ന് ഒരുവൻ സ്വയം മുമ്പോട്ട് വന്ന് പറയുക, എന്നെക്കൊണ്ട് ഈ സമുദ്രം കടക്കാൻ സാധിക്കും എന്ന്. അവൻ നിശ്ചയമായിട്ടും എൻ്റെ പ്രാണനെയാണ് ഇന്ന് രക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ സങ്കടം ദൂരീകരിക്കുന്നതും അവനായിരിക്കുമല്ലോ. പക്ഷെ ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ആരും മുന്നോട്ട് വന്ന് പറഞ്ഞതില്ല. അംഗദൻ പിന്നെയും വാനരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം താന്താങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ആലോചിക്കുക. ഓരോരുത്തരായി എത്ര ദൂരം എനിക്ക് ചാടാൻ കഴിയുമെന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 10 യോജന ദൂരം ചാടാൻ പറ്റും. വേറൊരുത്തൻ പറഞ്ഞു, എനിക്ക് 20 യോജന ദൂരം ചാടാൻ പറ്റും. വേറൊരുത്തൻ 30 യോജന 40 യോജന അങ്ങനെ പറഞ്ഞ് 80 യോജന 90 യോജന വരെ ചാടാൻ പറ്റുമെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞെങ്കിലും സമുദ്രം 100 യോജനയുണ്ട്, അതാര് ചാടിക്കിടക്കും? പക്ഷേ ആ ജാമ്പവാൻ പറയുകയാണ്, പണ്ട് എൻ്റെ യൗവനകാലത്ത് ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ 21 വട്ടം ഈ ആ രാക്ഷസ വൈരിയായ ആ ഭഗവാനെ ഇങ്ങനെ 10 നിമിഷം കൊണ്ട് 3 വട്ടം ഞാൻ വലത്ത് വെച്ചിട്ടുണ്ട്. അതായത് ബ്രഹ്മാണ്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോഴെനിക്ക് പ്രായമായി, എനിക്ക് ഒന്നിനും ആവതില്ല. ആ കാലസ്വരൂപനായ ഈശ്വരൻ്റെ ലീലകൾ എന്ത് അത്ഭുതം, അതിനെക്കുറിച്ച് എന്ത് പറയാൻ. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ജാമ്പവാൻ മാരുതിയെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ മാരുതി ഉണ്ടല്ലോ. ആ മാരുതി എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെയും അതുപോലെ തന്നെ ആ ദക്ഷൻ്റെ മകളായ ദാക്ഷായണിയുടെയും ശ്രീപാർവതി ദേവിയുടെയും അംശമല്ല, അവരുടെ തന്നെ ബീജത്തിലും അണ്ടത്തിലും ഉത്ഭവിച്ച് ശ്രീപാർവതിയിൽ പിറന്നിട്ട് വായുപുത്രനെ ആ ബീജം ഏൽപ്പിച്ച് അവിടെ നിന്ന് ഈ കേസരി, അതായത് മാരുതിയുടെ അച്ഛനായ കേസരിയും അമ്മയായ അഞ്ജനയും നമുക്ക് ഈ വായു ഭഗവാൻ പുത്രനായി ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വായു ഭഗവാൻ കൊണ്ടുവന്ന് അഞ്ജനയെ ഏൽപ്പിച്ച അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച ആ ഭ്രൂണമാണ് ഈ മാരുതിയായിട്ട് വളർന്നു വന്നത്. യഥാർത്ഥത്തിൽ അത് ആ മഹാദേവൻ്റെയും ശ്രീപാർവതി ദേവിയുടെയും മകനാണ്. അതിനിങ്ങനെ ഒരു ഭാഷ്യവും കൂടിയുണ്ട്. അതായത് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നതായ അവസരത്തിൽ ദശരഥൻ പുത്രപ്രാപ്തിക്ക് വേണ്ടി അയോധ്യയിൽ ഈ യാഗം നടത്തുന്നതായ സമയത്ത് അഞ്ജനയും കേസരിയും വായുഭഗവാൻ തങ്ങളുടെ മകനായിട്ട് ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേസമയം ദേവന്മാർ ഈ മഹാവിഷ്ണു ഈ രാക്ഷസനാശത്തിനായിട്ട് ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഈ ശ്രീരാമനെ സഹായിക്കാനായിട്ട് ഹനുമാനെ
സൃഷ്ടിച്ചതാണ് മഹാദേവ ബീജത്താൽ എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. എന്തായാലും ശിവപുരാണത്തിൽ ശിവപുത്രനാണ് ഹനുമാൻ. ആ ഭഗവാൻ മഹാവിഷ്ണു രാവണവധത്തിനായി ശ്രീരാമനായി ത്രേതായുഗത്തിൽ അവതരിക്കുമ്പോൾ ആ മഹാവിഷ്ണുവിനെ സഹായിക്കാനായിട്ട് ബ്രഹ്മാവിൻ്റെ തന്നെ നിർദ്ദേശത്താൽ ശിവൻ്റെ തന്നെ അവതാരമാണ് ഹനുമാൻ എന്നാണ് പറയുന്നത്. ഇനി ഈ ഹനുമാൻ്റെ അഞ്ജനയായിട്ട് അറിയപ്പെടുന്ന വാനര രാജകുമാരിയായ അഞ്ജന പൂർവ്വജന്മത്തിൽ പുഞ്ചികസ്ഥല എന്നു പേരുള്ള ഒരു അപ്സരസായിരുന്നു. ഒരു മുനിയുടെ ശാപത്താലാണ് ഈ വാനര രാജകുമാരിയായിട്ട് വാനരവംശത്തിൽ വന്ന് പിറക്കാൻ ഇടയായത്. ഇനി കേസരിയാണെങ്കിലോ വളരെ ബലവാനും പരാക്രമിയായ, അതായത് സിംഹത്തെ കൊന്ന് വെറും ഒരു വാനരനായ കേസരി സിംഹത്തെ കൊന്ന് തൻ്റെ പരാക്രമമൊക്കെ തെളിയിച്ചിരിക്കുന്ന ആ വാനരനാണ്. അങ്ങനെയുള്ള കേസരിയുടെയും അഞ്ജനയുടെയും മകനായി പിറന്ന ഹനുമാൻ. അങ്ങനെ ഹനുമാൻ്റെ അതായത് പ്രാഗൽഭ്യത്തെപ്പറ്റി പറയുകയാണ് വീണ്ടും. ഹനുമാൻ ജനിച്ചു വീണപ്പോൾ തന്നെ ഇങ്ങനെ 500 യോജന മുകളിലേക്ക് ഉയർന്നു പൊങ്ങിച്ചാടി എന്നാണ് പറയുന്നത്. ഒരു ദിവസം അതുപോലെ തന്നെ നല്ല വിശപ്പ് തോന്നി. നോക്കിയപ്പോൾ ആകാശത്ത് ഇങ്ങനെ ഉദിച്ചുയർന്നു വരുന്ന സൂര്യഗോളമാണ് കാണുന്നത്, നല്ല ചുവന്ന കളറിൽ ബാലസൂര്യൻ. ഉടനെ തന്നെ അതെന്തോ പഴുത്ത് നിൽക്കുന്ന പഴമാണെന്ന് കരുതി ഒരൊറ്റ കുതിപ്പാണ് മുകളിലേക്ക്. അങ്ങനെ കുതിച്ച് സൂര്യൻ്റെ അടുത്ത് എത്താറായപ്പോഴേക്കും ഇന്ദ്രൻ സൂര്യദേവനെ അങ്ങ് ചെന്ന് പിടിച്ചുകൊണ്ട് വന്നാൽ ഈ അത്ഭുത ശക്തിയുള്ള ഹനുമാൻ അതിന് സാധിക്കും. അതുകൊണ്ട് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം പ്രയോഗിച്ചു ഈ ഹനുമാൻ്റെ പോക്ക് തടയാനായിട്ട്. ആ വജ്രായുധം ചെന്ന് ഈ ഹനുമാൻ്റെ അതായത് താടിയാണ് ഹനു എന്ന് പറയുന്നത്. ഹനുവിൽ പരിക്കേറ്റത് കൊണ്ടാണ് ഹനുമാൻ എന്ന് പേര് വന്നത്. ആ ഹനുമാന് ഇപ്രകാരം പരിക്ക് പറ്റിയത് വായുദേവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനെങ്ങനെ സഹിക്കും? വായുദേവൻ ഹനുമാനെ എടുത്ത് പാതാളത്തിൽ പോയി മറഞ്ഞിരുന്നു. ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കൊന്നും ശ്വാസം കിട്ടാതെ വലഞ്ഞു. അങ്ങനെ ഒടുവിൽ മഹാദേവനും മറ്റ് ദേവന്മാരും 33 കോടി ദേവകളും നാരദനും എല്ലാവരും കൂടി ചെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ ഇന്ദ്രൻ ആ വജ്രായുധം വച്ചെറിഞ്ഞ് ആ പരിക്കേറ്റത് അത് വരമായി മാറി. അതായത് ഇന്ദ്രനെ പോലെ ശക്തിയുള്ളവനായി മാറി ഹനുമാൻ. മറ്റ് ദേവന്മാരും ഹനുമാന് വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അഗ്നിദേവൻ പറഞ്ഞു, നിനക്ക് അഗ്നിസ്പർശമേറ്റാൽ പൊള്ളലേൽക്കില്ല. അതുപോലെ വരുണൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് നിനക്കൊരു ഉപദ്രവവും ഉണ്ടാവില്ല. അതുപോലെ ബ്രഹ്മദേവൻ പറഞ്ഞു, നിനക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിൽ വളർന്ന് വലുതാകാനും ചെറുതാകാനും സാധിക്കും. അതുപോലെ തന്നെ വായുദേവൻ കൊടുത്ത വരം എന്താണെന്ന് വെച്ചാൽ, വായുവിന് വളരെ വേഗത്തിൽ ഇങ്ങനെ കാറ്റടിക്കുമല്ലോ, ആ വേഗവും ബലവുമാണ് ആ വായുദേവൻ സ്വന്തം മകനായ ഹനുമാന് കൊടുത്തത്. അങ്ങനെ ഈ സിദ്ധികൾ, ഈ കുഞ്ഞായിരുന്ന ബാലകനായിരുന്ന ഈ ഹനുമാൻ തൻ്റെ സിദ്ധികളൊക്കെ മറ്റുള്ളവരെ കളിയാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും. അങ്ങനെ ഒരു ദിവസം ഒരു മഹർഷിയെ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷിയെ കളിയാക്കിയപ്പോൾ മഹർഷിയുടെ തപസ്സിന് വിഘ്നം വന്നതുകൊണ്ട് മഹർഷി പറഞ്ഞു, നിൻ്റെ ഈ കളിയാക്കൽ, അതായത് നിൻ്റെ ഈ സിദ്ധികളെല്ലാം നീ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞു. പാവം ഹനുമാൻ അന്ന് തൊട്ട് മറന്നുപോയി. പക്ഷേ മറ്റുള്ളവർ അച്ഛനും അമ്മയൊക്കെ അഭ്യർത്ഥിച്ചതുകൊണ്ട് പറഞ്ഞു, ഇവനെ ആരെങ്കിലും ഇവൻ്റെ ബലത്തെപ്പറ്റി പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയോ പുകഴ്ത്തുകയോ ചെയ്താൽ ഇവൻ്റെ ഈ സിദ്ധികളൊക്കെ ഇവന് തിരിച്ചു വരും, അവൻ ഇരട്ടി ബലമുള്ളവനായി മാറുമെന്ന് ശാപമോക്ഷവും കൊടുത്തു. ഹനുമാൻ അങ്ങനെ വളർന്ന് യൗവനാവസ്ഥയിലെത്തി. ഹനുമാൻ സൂര്യനെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ച് എല്ലാം സ്വയം പഠിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 108 ഉപനിഷത്തുകൾ, മാത്രമല്ല ലോകത്തിലുള്ള സകലതിനെക്കുറിച്ചും ഈ ഹനുമാൻ അറിവ് സമ്പാദിച്ചു. അങ്ങനെ ഹനുമാനും പഠിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നവവ്യാകരണങ്ങൾ. അത് പഠിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ഗൃഹസ്ഥനായിരിക്കണം. അവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ നവവ്യാകരണങ്ങൾ. അതിന് വേണ്ടിയിട്ട് സൂര്യദേവൻ ഗുരുവാണല്ലോ. അപ്പോൾ ഗുരു ഒരു ഉപായം വെച്ചു മുമ്പിൽ. സുവാചലാദേവി എന്ന ബ്രഹ്മചാരിണിയായ ഒരു ദേവിയെ ഹനുമാൻ്റെ ഭാര്യയാക്കി കൊടുത്തു. ഈ ബ്രഹ്മചര്യത്തിന് ഭംഗം വരാതെ, ഹനുമാൻ ആജന്മ ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് ബ്രഹ്മചര്യത്തിന് ഭംഗം വരാതെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ ഈ നവവ്യാകരണങ്ങളും പഠിപ്പിച്ച് വിദ്യ പൂർത്തിയാക്കി കൊടുത്തു. അപ്പോൾ ഹനുമാൻ ഒരു ആഗ്രഹം, ഗുരുവിന് ദക്ഷിണ കൊടുക്കണമല്ലോ. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗുരുവായ സൂര്യൻ പറഞ്ഞു, ശിഷ്യന്മാർ പഠിച്ച് നല്ല നിലയിലെത്തുന്നതും അവർ നല്ലതായിട്ടിരിക്കുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം. അവർ നല്ലപോലെ പഠിക്കണം. അപ്പോൾ ഈ ഹനുമാൻ നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ മകനായ സുഗ്രീവനെ സംരക്ഷണം, അതായത് സുഗ്രീവൻ്റെ സംരക്ഷണ ഏൽപ്പിക്കുകയായിരുന്നു ഈ സൂര്യൻ ചെയ്തത്. അതുകൊണ്ടാണ് ഹനുമാൻ എപ്പോഴും സുഗ്രീവൻ്റെ ഹിതാനുവർത്തിയായിട്ട് കൂടെ നിൽക്കുന്നത്. ഈ സീതാന്വേഷണത്തിനായി ദക്ഷിണ ദിക്കിലേക്ക് പോയിരുന്ന ഹനുമാൻ ഇങ്ങനെ ലങ്കാപുരി കണ്ടപ്പോൾ തോന്നി, ഇത് നീന്തി ചാടിക്കിടക്കാനോ അതുപോലെ തന്നെ ഇത്രയും ദൂരം ചാടിക്കിടക്കാനോ നീന്തിക്കിടക്കാനോ എനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ ഹനുമാനെ നോക്കിയിട്ട് ഇപ്പോൾ ജാമ്പവാൻ പറയുകയാണ്,
ഇങ്ങനെ ഹനുമാന്റെ കഴിവുകളെക്കുറിച്ച് ജാമ്പുവാൻ ഒന്നൊന്നായിട്ട് പറയുമ്പോൾ ഹനുമാന് തൻ്റെ ശക്തി വർദ്ധിക്കുന്നത് പോലെ തോന്നുകയും അങ്ങനെ ആ കേസരിയെ കൊന്നതും അതായത് കേസരി എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ്. സിംഹത്തെ കൊന്ന് ആ ദുഃഖം തീർത്ത കേസരിയുടെയും അഞ്ജനയുടെയും മകനാണ്. അതുപോലെ തന്നെ ജനിച്ച ഉടൻ തന്നെ 500 യോജന മേൽപോട്ട് ചാടിയ ഹനുമാനല്ലേ ഈ ഇരിക്കുന്നത്. അതുപോലെ ഇന്ദ്രൻ്റെ ആ വജ്രായുധത്താൽ ഇങ്ങനെ ഏറ് കൊണ്ടിട്ടും വീണ്ടും ഇത്ര വളരെ പരാക്രമത്തോടു കൂടിയിരിക്കുന്ന ഹനുമാൻ ഇങ്ങനെ ഹനുമാൻ്റെ ഓരോ കഴിവും പറഞ്ഞു പുകഴ്ത്തിയപ്പോൾ ഹനുമാന് ശക്തി കൂടുകയും ഹനുമാൻ പക്ഷീന്ദ്രനായ ഗരുഡനെ പോലെ വളർന്നു വലുതായി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നു. അപ്പം വാനരന്മാരും ഇത് സമ്മതിച്ചു. വാനരന്മാർ പറഞ്ഞു, നമ്മളെല്ലാവരും ഉണ്ടായിട്ടും ഭഗവാൻ മോതിരം കൊടുത്തത് ഹനുമാൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ഹനുമാൻ അത് ചെയ്യുമെന്ന് ഭഗവാൻ ശ്രീരാമസ്വാമിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഈ ജാമ്പവാൻ്റെ വാക്കുകൾ കേട്ട് മാരുതി എഴുന്നേറ്റിട്ട് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങുമാർ ആ ഒരു സിംഹത്തെ പോലെ ഗർജിച്ചിട്ടാണ് തൻ്റെ ആകാരം പിന്നെയും വളർന്ന് വലുതാകുന്ന, അതായത് വാമനാകാരമായി എന്നാണ്. ആകാശം മുട്ട വളർന്ന് പർവ്വത തുല്യനായി വളർന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ സമുദ്രം കടന്ന് ആ ലങ്കയെ ഭസ്മമാക്കി ക്ഷണനേരം കൊണ്ട് തിരിച്ചു വരാം എന്നുള്ള ഒരു തോന്നൽ ഹനുമാന് വന്നു. അങ്ങനെ ഹനുമാൻ പറയുകയാണ്, ഞാൻ പോയി സീതാദേവിയെ കൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ വേഗം പറയും ജാമ്പവാൻ പറയും, അത് വേണ്ട, അവിടെ ചെന്ന് ദേവിയെ കണ്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറയും. ഹനുമാൻ വീണ്ടും പറയുകയാണ്, രാവണനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരാം, അതുപോലെ തന്നെ ഒരു കയ്യിൽ ആ ലങ്ക തന്നെ ഞാൻ എടുത്ത് പൊക്കിക്കൊണ്ടുവരാമെന്ന് പറയുകയാണ്. നമുക്കറിയാം ലങ്ക ദ്വീപാണെന്നറിയാം. ഒരു 3 കൊടുമുടികളുടെ മുകളിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കൊടുമുടികളോടുകൂടിയ ലങ്കാനഗരം ഞാൻ എൻ്റെ വലത്ത് കയ്യിലും ഇടത് കയ്യിലും രാവണനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരാമെന്ന് ഹനുമാൻ പറയുകയാണ്. ജാമ്പവാൻ വീണ്ടും പറഞ്ഞു, മാരുതി, നീ ആദ്യം ജാനകീദേവിയെ കണ്ടിട്ട് വരിക. ആ രാവണനോട് ഏറ്റുമുട്ടുന്നത് പിന്നീടാകാം. ആ രാവണനെ ശ്രീരാമസ്വാമി നിഗ്രഹിക്കും. നിന്റെ പരാക്രമമൊക്കെ അന്നേരം കാണിക്കാം. ആകാശമാർഗത്തൂടെ നീ പോവുക. ശ്രീരാമസ്വാമിക്ക് വേണ്ടി പോകുന്ന നിനക്ക് വിഘ്നങ്ങളൊന്നും സംഭവിക്കാതെ ഈ വായുദേവനും കാത്തുകൊള്ളും. ഇങ്ങനെ വാനരന്മാർ ഇപ്രകാരം ആശീർവദിച്ച് മാരുതിയെ അയക്കുകയാണ്. മാരുതി ക്ഷണത്തിൽ ആ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിന്നിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇനി ആ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഗരുഡനെ പോലെ നിൽക്കുന്ന ആ ഹനുമാനെ കാണിച്ചുകൊണ്ട് ഈ കിഷ്കിന്ധാകാന്ഡം അവസാനിക്കുകയാണ്. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഇനി അടുത്തത് സുന്ദരകാന്ഡമാണ്. ഈ സുന്ദരകാന്ഡം എന്ന് പറഞ്ഞാൽ മനോഹരമായ കാണ്ഡം എന്ന് വിചാരിക്കുന്നവരാണ് ഏറെയും. പക്ഷെ ഇത് ഈ കാണ്ഡത്തിൽ ദുഃഖത്തെ മറന്ന് കുറച്ച് സന്തോഷിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദുഃഖത്തെ തരണം ചെയ്യുന്നതാണിത്. അതുകൊണ്ടാണ് ഇതിനെ സുന്ദരകാന്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സുന്ദരകാന്ഡത്തിൽ വീണ്ടും തത്തയെ കൊണ്ടിങ്ങനെ പറയുകയാണ്, അക്കിളികുല മൗലം, ആ പക്ഷികളുടെ കുലത്തിന് തന്നെ മൗലിമാണിക്യമായിരിക്കുന്ന തത്തയോട് ആ രഘുകുലാധിപൻ്റെ എത്ര കേട്ടാലും മതിവരാത്ത കഥകൾ വീണ്ടും വീണ്ടും തുടർന്ന് കേൾപ്പിക്കാൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന ആ എഴുത്തച്ഛൻ കിളിയോട് പറയുമ്പോൾ കിളി പറയുന്നത് ശ്രീപരമേശ്വരൻ പാർവതീദേവിയോട് പറയുകയാണ്. എന്നാൽ കേട്ടാലും എന്ന് പറഞ്ഞ് പ്രിയയോട് പറയുകയാണ്. ആ ശ്രീരാമസ്വാമിയുടെ തൃപ്പാദങ്ങൾ മനസ്സിൽ വിചാരിച്ച് 100 യോജന ദൂരം ചാടിക്കടക്കാൻ തയ്യാറായിട്ട് വാനരങ്ങളോട് ഈ ഹനുമാൻ പറയുകയാണ്, എൻ്റെ പിതാവിനെ പോലെ വായുവേഗമുള്ളവനായ ഞാൻ നിഷ്പ്രയാസം ആകാശമാർഗത്തൂടെ രാക്ഷസന്മാരുടെ ആ ലങ്കയിലേക്ക് പോകുന്നു. ആ ശ്രീരാമസ്വാമി ബാണം അയച്ചാൽ ബാണം എങ്ങനെ പോകുമോ ആ ശരവേഗത്തിൽ ഞാൻ പോയി ഇന്ന് തന്നെ സീതാദേവിയെ കാണും. ആ അഖില ജഗതീശ്വരൻ, ആ ജഗത്തിൻ്റെ അധിപനായ ആ ശ്രീരാമസ്വാമിയോട് അങ്ങ് കൽപ്പിച്ചേൽപ്പിച്ച ആ കൃത്യം നിർവഹിച്ച്, അതായത് മുദ്രമോതിരവും അടയാളവാക്യങ്ങളും ചൊല്ലി കൃതാർത്ഥനായിട്ട് ഞാൻ പറയും. തന്നെ ശരണം പ്രാപിക്കുന്ന ഈ ജനങ്ങളുടെ ജനന മരണ ചിന്തകൾ ഇല്ലാതെയാക്കുന്ന ആ ശ്രീരാമമന്ത്രം പ്രാണൻ പോകുന്ന സമയത്ത് ആരാണോ ചിന്തിക്കുന്നത് ആ മന്ത്രം, അവൻ ഈ സംസാര സാഗരത്തെ തന്നെ കടക്കും. പിന്നെയാണോ എനിക്ക് ഈ സമുദ്രം ചാടിക്കിടക്കാൻ പ്രയാസം? ആ സ്വാമിയുടെ പ്രത്യേക അനുഗ്രഹമുണ്ട് എനിക്ക്. ദൂതനായ എനിക്ക് ഈ സമുദ്രം കടക്കുക എന്നത്
വളരെ എളുപ്പമാണ്. കാരണം എൻ്റെ കയ്യിൽ അദ്ദേഹം തന്ന മോതിരമുണ്ട്. എൻ്റെ മനസ്സിൽ ആ രാമമന്ത്രവും രാവും പകലും ഉണ്ട്. വാനരശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ഖേദിക്കേണ്ട എന്ന് പറഞ്ഞ് ആ ഈ ഹനുമാൻ ഇങ്ങനെ പറന്നു, ഇങ്ങനെ നമുക്കറിയാലോ പറക്കാൻ നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ ഇങ്ങനെ, അതുപോലെ മേലോട്ട് നോക്കി ഒറ്റ പോക്കാണ് അങ്ങോട്ട്, ഒറ്റച്ചാട്ടത്തിന് ലങ്കയിലേക്ക്, അതായത് ലങ്കാപുരി നോക്കി പറന്നു. ലക്ഷ്യം ലങ്കയാണ്. ശ്രീരാമസ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ലങ്കാപുരി നോക്കി പറന്നു. ഇനി അടുത്തത് മാർഗവിഘ്നമാണ്. അതായത് പോകുന്ന വഴിക്ക് വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പക്ഷീന്ദ്രനായ ഗരുഡനെ പോലെ ആ പവനസുതൻ ആയ ഹനുമാൻ ഈ സൂര്യബിംബം പോലെ ശോഭിക്കുകയാണെന്നാണ്. ആകാശത്തെ മാർഗത്തൂടെയല്ലേ പറന്നു പോകുന്നത്. താഴെ നോക്കിയാൽ സൂര്യബിംബം ശോഭിക്കുന്ന പോലെ അങ്ങനെ ശോഭയോടുകൂടി പറന്നു പോകുന്നതായ സമയത്ത് ആ ദേവന്മാർ ഈ മാരുതിയുടെ വേഗവും ബലവും ഒക്കെ കണ്ടിട്ടൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി സുരസ എന്ന ആ നാഗമാതാവാണ് സുരസ, നാഗമാതാവിനോട് പറഞ്ഞു അവൻ്റെ ഗതി തടസ്സപ്പെടുത്തി അവൻ്റെ യാത്ര മുടക്കണമെന്ന് പറയുകയാണ്. ഈ ദേവന്മാരുടെ വാക്കുകൾ കേട്ട സുരസ ആകാശമാർഗത്തൂടെ മാരുതിയുടെ ഇങ്ങനെ ഗതി മുടക്കാനായി, വഴി മുടക്കാനായിട്ട് അവൻ്റെ വരവും കാത്തിങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാതെ നോക്കി നിന്നു. മാരുതി ഇങ്ങനെ പറന്നു വരുന്നതായ സമയത്ത് വേഗം അവനെ തടുത്തു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, കണ്ടില്ലേ കപിശ്രേഷ്ഠ, നീ എന്നെ കണ്ടില്ലേ? ഭയം ഏതുമില്ലാതെ ഈ വഴി കടന്നു പോകുന്നവരെ ഭക്ഷിച്ച് ജീവിക്കുവാനാണ് ഈശ്വരൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് അത്യധികം വിശപ്പുണ്ട്, നീ എനിക്ക് ഭക്ഷണമായാലും എൻ്റെ വായിലോട്ട് കയറിയാലും എന്ന് പറഞ്ഞ് വായും പൊളിച്ചു തന്നു. സുരസയ്ക്കും വളരെ വലുതായ ഒരു ആകാരമാണുള്ളത്, വെറുതെ സമയം കളയണ്ട എന്ന് സുരസയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാരുതി പറഞ്ഞു, ഞാൻ ആ അഖില ഗുരുവായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കനുസരിച്ച് സീതാന്വേഷണത്തിന് പോവുകയാണ്. ഭഗവാൻ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. സീതാദേവിയെ കണ്ട് ഈ അദ്ദേഹം തന്നയച്ചിരിക്കുന്ന ഈ അടയാളമൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രിയതമയുടെ വൃത്താന്തം രഘുപതിയെ അറിയിച്ചതിന് ശേഷം ഒരു വ്യത്യാസവും ഇല്ലാതെ ഞാൻ തിരിച്ചു വരാം, ഭയമോ ദുഃഖമോ ഒന്നും വേണ്ട, ഞാൻ ഒരിക്കലും അസത്യം പറയാറില്ല, ദേവി എനിക്ക് മാർഗം തന്നാലും എനിക്ക് വേണ്ടി കാത്തിരുന്നാലും എന്ന് പറഞ്ഞു. സുരസ പറയുകയാണ്, എനിക്ക് വിശപ്പും ദാഹവും പൊറുക്കാനാവുന്നില്ല, എങ്ങനെ ഞാൻ കാത്തിരിക്കും? മാരുതി ഒരു കാര്യം ചെയ്തു, അപ്പം ദേവി വാ തുറക്കുക പറഞ്ഞു. സുരസ വാ തുറന്നു. ഒരു യോജന വിസ്തൃതമായി വാ തുറന്നു നിൽക്കുന്ന ആ സുരസയെ കണ്ടിട്ട് മാരുതി 5 യോജനയായിട്ട് വളർന്നു. 5 യോജന എന്ന് പറഞ്ഞാൽ വായിനേക്കാളും വലിയ ആകൃതിയല്ലേ. ഉടനെ തന്നെ സുരസ 10 യോജനയായിട്ട് വളർന്നു. ഉടനെ മാരുതി 20 യോജനയായിട്ട് വളർന്നു. ഉടനെ ആ സുരസ 30 യോജനയായിട്ട് മാറി. ഉടനെ വേഗം മാരുതി 50 യോജനയായി വളർന്നു. അങ്ങനെ 50 യോജനയായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയ രൂപം എടുത്തു സുരസ. ഉടനെ മാരുതി എന്ത് ചെയ്തെന്നറിയോ? വളരെ വളരെ ചെറിയ ഒരു ആകൃതി, ഒരു വിരലോളം വലുപ്പമായിട്ട് ഇങ്ങനെ ഷൂന്ന് പോയി ആ വായിൽ കൂടെ കയറി സുരസയുടെ വയറ്റിനകത്ത് കയറിയിട്ട് ഒരു ഗുഹയിൽ കയറി ഇറങ്ങുന്നത് പോലെ തിരിച്ചിങ്ങോട്ട് വന്നു. അങ്ങനെ തപോബലത്താൽ ഇങ്ങനെ പുറത്തു വന്ന ആ മാരുതി തൊഴുത് നമസ്കരിച്ച്, നമസ്കാരം ഭുജംഗമാതാവേ, എന്നെ അനുഗ്രഹിച്ചാലോ എന്ന് പറഞ്ഞു. ഉടനെ സുരസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് സർവ്വമംഗളങ്ങളും ഭവിക്കട്ടെ, വിജയകരമായി നീ ആ ജാനകീദേവിയുടെ വൃത്താന്തം രഘുപതിയെ അറിയിക്കുക. ആ കോപത്താൽ സ്വാമി രാക്ഷസകുലത്തെയും നിശേഷം നശിപ്പിച്ചുകൊള്ളും. ആയതിന് നിന്റെ വേഗവും വിവേകവും ബുദ്ധിയും പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ ദേവന്മാരിങ്ങോട്ട് അയച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞ് സുരസ ദേവലോകത്തേക്ക് പോവുകയാണ്. വീണ്ടും ഇങ്ങനെ ആകാശമാർഗം യാത്ര തുടരുന്നതായ സമയത്ത് നമ്മുടെ സമുദ്രത്തിന് മുകളിൽ കൂടിയല്ലേ പോകുന്നത്. ആ സമുദ്രദേവൻ പറയുകയാണ്, ആ പർവ്വതത്തിനോട് പറയുകയാണ്, നീ ഉയർന്നു ചെന്ന് ഹനുമാന് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കണം, യാത്രയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാകാതെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പർവ്വതശ്രേഷ്ഠൻ പറയുന്ന സാഗരം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. സഗരൻ്റെ മക്കളാണ് എന്നെ വളർത്തത്, അതുകൊണ്ടാണ് സമുദ്രം എന്ന് പേര് വന്നത്. ഈ സഗരൻ്റെ വംശത്തിൽ തന്നെ പിറന്നതാണ് ശ്രീരാമചന്ദ്രസ്വാമിയും, അതായത് സൂര്യവംശത്തിൽ. അതുകൊണ്ട് നീ ഈ വഴിയിൽ ദാഹം തീർത്ത് വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മൈനാക പർവ്വതം വേഗം ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് ഈ മാരുതിയെ ചെന്ന് കണ്ട് വിശ്രമിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. പക്ഷേ ഹിമവാന്റെ പുത്രനാണ് ഞാൻ, ഹിമവാന്റെ പുത്രനായ മൈനാകമാകുന്നു, എൻ്റെ ഈ ശിഖരത്തിന്മേൽ അല്പം നേരം വിശ്രമിച്ച് തളർച്ചയൊക്കെ തീർത്ത് യാത്ര തുടർന്നാലും എന്ന് പറയുന്ന ഈ മൈനാകത്തിനോട് ഹനുമാൻ പറഞ്ഞു, ഞാൻ സ്വാമിയുടെ ആവശ്യത്തിനായി പോവുകയാണ്, ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ആവശ്യത്തിന് പോകുന്ന എനിക്ക് അങ്ങനെ വഴിയിൽ വിശ്രമിക്കുന്നതോ സമയം ചെലവഴിക്കുന്നതൊന്നും ഒട്ടും ഉചിതമല്ല. സൽക്കാരം സ്വീകരിച്ചു എന്ന് കരുതിക്കൊള്ളുക. ഇത്രയും പറഞ്ഞ ആ പർവ്വതശ്രേഷ്ഠനെ തൻ്റെ കൈകൊണ്ട് തലോടി തഴുകി വീണ്ടും യാത്ര തുടരുകയാണ്.
ആ വായുവേഗത്തിൽ ആ രാക്ഷസരാജ്യം നോക്കി യാത്ര തുടർന്നു. അപ്പോൾ സമുദ്രത്തിൽ വാഴുന്ന വേറെ ഒരു രാക്ഷസിയുണ്ട്, ഛായാഗ്രഹിണി എന്ന് പറയുന്ന. ഛായ എന്ന് പറഞ്ഞാൽ നിഴലാണ്. അപ്പം പറന്നു പോകുന്ന എല്ലാത്തിൻ്റെയും നിഴലിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഭക്ഷിക്കുകയാണ്. നിഴൽ നോക്കി പിടിച്ചു നിർത്തി ആ ജീവിയെ വിഴുങ്ങും. അതാണ് ഛായാഗ്രഹിണി. അങ്ങനെ മാരുതിയുടെ നിഴലിനെ പിടിച്ചു നിർത്തി തൻ്റെ ഗതി മുടക്കിയത് ആരാണെന്നറിയാനായിട്ട് താഴോട്ട് നോക്കിയ ഹനുമാൻ ഇങ്ങനെ ആ ഭീകര സത്വത്തെ കണ്ടിട്ട് തൻ്റെ കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു. ആ ഒറ്റ തൊഴിക്ക് ആ ഛായാഗ്രഹിണി എന്ന രാക്ഷസി മരിച്ചുപോയി. അങ്ങനെ അവരും ദേവലോകത്തേക്ക് പോയി. മാരുതി വീണ്ടും ഇങ്ങനെ ലങ്കാപുരി ലക്ഷ്യമാക്കി ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരുന്നു. സമയം ഏതാണ്ട് സന്ധ്യാകാറായി. അതുപോലെ തന്നെ മാരുതിയാണെങ്കിൽ ലങ്കാപുരിയുടെ ഗോപുരദ്വാരത്തിലും എത്തിച്ചേർന്നു. ദേവലോകത്തിന് സമാനമായ മനോഹരമായ കാഴ്ചകൾ കണ്ടിങ്ങനെ ചുറ്റുമുള്ള കിടങ്ങുകളൊക്കെ എങ്ങനെ ചാടിക്കിടക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ മനസ്സിൽ സ്വാമിയെ ധ്യാനിച്ച് പതുക്കെ പതുക്കെ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇനി അടുത്തത് ലങ്കാലക്ഷ്മി മോക്ഷമാണ്. ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യലക്ഷ്മി, ലങ്കയിലെ ഐശ്വര്യം കാത്തു രക്ഷിക്കുന്ന ലക്ഷ്മിയാണ് ലങ്കാലക്ഷ്മി. അങ്ങനെ മാരുതി ഇങ്ങനെ തൻ്റെ ശരീരം വളരെ ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ, ആരും കാണാതിരിക്കാൻ ഒരു കടുക് മണിയോളം ചെറുതായ രൂപത്തിൽ പതുക്കെ ഇങ്ങനെ ലങ്കയിലേക്ക് കടക്കാനായിട്ട് ഗോപുരദ്വാരത്തിൽ തൻ്റെ കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്നത് ഒരു അലർച്ച കേൾക്കുകയാണ്. ആരടാ നീ എന്ന് ചോദിച്ചു. ഈ ലങ്കാലക്ഷ്മി അലറിക്കൊണ്ട് വരുന്നതാണ്. അത്യുഗ്രമായി അലറിക്കൊണ്ട് ഒരു രാക്ഷസിയുടെ വേഷത്തിലാണ് വരുന്നത്. ആരാണ് നീ? ഇവിടെ ഒറ്റയ്ക്ക് വരാൻ എന്താണ് കാരണം? നീ കള്ളനാണോ? ഞാനറിയാതെ ഒരു ഈച്ച പോലും ഈ ലങ്കാപുരിയിലേക്ക് കടക്കില്ല. നിനക്കറിയാമോ അത്? ചോദിച്ചതും ഒറ്റ അടി കൊടുത്തു മാരുതിക്കിട്ട്. മാരുതി ഒട്ടും മടിച്ചില്ല, തിരിച്ച് അതേ വേഗത്തിൽ വേറെ ഒരു അടിയും കൂടെ കൊടുത്തു. അങ്ങനെ അടിയും തിരിച്ചടിയും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. മാരുതിയുടെ അടിയേറ്റ് ഇടത് കൈ കൊണ്ടാണ് മാരുതി അടിച്ചത്. പക്ഷേ ആ അടിയേറ്റ് രാക്ഷസി താഴെ വീഴുകയും വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വാർന്നൊഴുകാനും തുടങ്ങി. ചാടി എഴുന്നേറ്റിട്ട് രാക്ഷസി പറഞ്ഞു, എടോ തൻ്റെ കൈക്കരുത്ത് അപാരം തന്നെ. പണ്ട് എന്നോട് ബ്രഹ്മാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് 28ാം ചതുർയുഗത്തിൽ ജഗദീശ്വരനായ മഹാവിഷ്ണു ഭൂമിയിൽ അന്ന് അവതരിക്കും. അന്ന് യോഗമായാദേവി ജാനകീദേവിയായി ആ മിഥിലയിലും ജനിക്കും. രാക്ഷസ വംശത്തിന് തന്നെ കാരണഭൂതയായി തീരും ഈ ജാനകീദേവി. ആ വനത്തിൽ അനുജനോടും ഭാര്യയോടും കൂടി തപസ് ചെയ്യാൻ വരുന്നതായ സമയത്ത് ഈ രാവണൻ വന്ന് സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകും. സുഗ്രീവനോട് സഖ്യം ചെയ്ത് സുഗ്രീവ കിങ്കരന്മാരായ ഈ വാനരന്മാർ 10 ദിക്കിങ്കലും, അതായത് 10 ദിക്കിലേക്കും സീതാദേവിയെ അന്വേഷിച്ചു പോകുമ്പോൾ അതിൽ ഒരു വാനരൻ ഇവിടെ വരുമെന്നും ആ കലഹത്തിനിടയിൽ ഞാൻ അവനെ അടിക്കണമെന്നും അവൻ എന്നെ തിരിച്ചടിക്കുമെന്നും ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നോട്. ആ ഒരു ദിവസം ഒരു വാനരൻ വരുമെന്ന് പറഞ്ഞിട്ട് ആ അടി കിട്ടാൻ വേണ്ടി ഞാൻ കാത്ത് പല വർഷങ്ങളായി, ഇവിടെ പല കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ആ ഭഗവാന്റെ അനുചരനായി ഇവിടെ വന്ന നിനക്ക് നിശ്ചയമായും വിജയമുണ്ടാകും. ഇന്ന് നീ അടിച്ചതിനാൽ എനിക്ക് ഈ ലങ്കയിൽ നിന്ന്, ഈ രാക്ഷസ ജന്മത്തിൽ നിന്ന് മോക്ഷം കിട്ടിയിരിക്കുന്നു. ആ രാവണനും മരണസമയം അടുത്തിരിക്കുന്നു. ആ ഭഗവാന്റെ ആ അനുഗ്രഹത്താൽ ദശമുഖൻ്റെ അന്തഃപുരത്തിനുള്ളിലെ ആ ശിംശുഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് അതീവ ദുഃഖത്തോടെ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയുടെ വൃത്താന്തം സമുദ്രം ചാടിക്കടന്നു പോയി രഘുപതിയെ അറിയിച്ചാലും വാനരശ്രേഷ്ഠ നിനക്ക് മംഗളം ഭവിക്കട്ടെ. ശ്രീരാമസ്വാമിയുടെ ആ അനുഗ്രഹത്താൽ എല്ലാവിധ മംഗളവും എല്ലാ വിജയവും ഉണ്ടാകട്ടെ. ആ ശ്രീരാമചന്ദ്രൻ തന്നെ രക്ഷ. ഇങ്ങനെ അനുഗ്രഹിച്ച് ലങ്കാലക്ഷ്മി മറയുകയാണ്. ലങ്കയിൽ നിന്നും ഐശ്വര്യലക്ഷ്മി അപ്രത്യക്ഷയായിരിക്കുന്നു എന്നർത്ഥം. രാവണന് ഇനി വിനാശകാലമാണ്. 21ാം ദിവസത്തെ കഥ ഇവിടെ തീരുകയാണ്. നാളെ ഹനുമാൻ ആ ലങ്കയിൽ എന്ത് ചെയ്യും? ദേവിയെ കാണുമോ? മുദ്രമോതിരം കൊടുക്കാൻ പറ്റുമോ? രാക്ഷസന്മാർ പിടിച്ച് ബന്ധിക്കുമോ? എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരിക്കൂ. നാളെ ബാക്കി ഭാഗം. ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. നന്ദി, നമസ്കാരം.